വൈറ്റമിൻ എ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. വൈറ്റമിൻ എ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന 4 വൈറ്റമിനുകളുണ്ട്. എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. കണ്ണ്, ത്വക്ക്, മുടി. ശ്രദ്ധിക്കുക, കണ്ണ്, ത്വക്ക്, മുടി ഇവയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ധാരാളമായി കാണപ്പെടുന്ന ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് പദാർത്ഥങ്ങളുണ്ട്. എന്നാൽ PSC ചോദിക്കാറുണ്ട്, പാലിലും മുട്ടയിലും ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം വൈറ്റമിൻ എ ആണ്. പാലിലും മുട്ടയിലും ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. പാലിലും മുട്ടയിലും ഇല്ലാത്ത വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വൈറ്റമിൻ സി ആണ്. ശ്രദ്ധിക്കേണ്ടത്, പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നതാണ് കരോട്ടിൻ. ക്യാരറ്റിന്റെ ഓറഞ്ച് നിറത്തിന് കാരണമാകുന്ന ഒരു പിഗ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കളറിംഗ് ഏജന്റ് ആണ് കരോട്ടിൻ. കരോട്ടിനെ പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ജന്മനാൽ തന്നെ, പ്രകൃതിയാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ കൂടിയാൽ, വൈറ്റമിൻ എ ശരീരത്തിൽ അധികമായാൽ അത് ശേഖരിക്കപ്പെടുന്നത് എവിടെയാണ്? നല്ലൊരു ചോദ്യമാണ്. വൈറ്റമിൻ എ ശേഖരിക്കപ്പെടുന്ന അവയവം ഏതാണ്? ഉത്തരം പറയേണ്ടത് കരൾ എന്നാണ്. വൈറ്റമിൻ എ ശേഖരിക്കപ്പെടുന്നത് കരളിലാണ്. മാർഗരറ്റ് ഡേവിഡും എൽമർ മക്കുല്ലവും ചേർന്നാണ് വൈറ്റമിൻ എ കണ്ടെത്തുന്നത്. മാർഗരറ്റ് ഡേവിഡും എൽമർ മക്കുല്ലവും ചേർന്നാണ് വൈറ്റമിൻ എ കണ്ടെത്തുന്നത്. വൈറ്റമിൻ എ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്നത് പാലുൽപ്പന്നങ്ങൾ, ചീര, ക്യാരറ്റ്, കരൾ തുടങ്ങുന്ന പച്ചക്കറികൾ. ഇതിലെല്ലാം വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. നൈറ്റ് ബ്ലൈൻഡ്നസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, നിശാന്തത. അതേപോലെ മറ്റൊരു രോഗമാണ് സിറോപ്താൽമിയ. സിറോപ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നസ്, ഇത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. മറ്റൊരു വൈറ്റമിനുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.